ഇത് നോക്കാൻ വേണ്ടി ഒന്നുമില്ല, പുറത്തിരുന്നാണ് ചെന്ന് നോക്കേണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ മൊബൈലും ചാർജ് ചെയ്യും. അതിപ്പോൾ തന്നെ ഏകദേശം 3:30 ആയിട്ടുണ്ട്. ഇനി അതിനെ പോയി ശലം കൂട്ടിയിടണം. 4:30 3:30 ഓഫ് ചെയ്ത് ഇറങ്ങുകയാണ്. ടൈമായി. ഇനി ഇവിടെ എന്ത് കാര്യമില്ല, ഒന്നുമില്ല. റീഡിംഗ് എല്ലാം എഴുതി വെച്ച് സമയം പോയതൊന്നും അറിയണില്ല. പുറത്തിരുന്ന് നോക്കി, പിന്നെ ഇവിടെ വന്നിരുന്ന്, പിന്നെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു, ഇൻസ്റ്റാഗ്രാമൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കും. ചെടിയൊക്കെ നോക്കട്ടെ. ഇപ്പോൾ ഹോബി ആയിപ്പോയി. ഇപ്പം അതിൻ്റെ ഉപയോഗമുണ്ട്. എത്ര ഒരു 6-7 മാസം കൂടി അത്ര തന്നെ പോയി നോക്കണം. പിന്നെ നോക്കിയൊന്നുമില്ല. പിന്നെ തിരിഞ്ഞു വരും നോക്കൂല അതിനെ. അയ്യോ, ഇത് തന്നെ ചേട്ടാ, കുഴപ്പമില്ലാത്ത സൈസായിട്ടുണ്ട്. ഇതും അങ്ങനെയാണ്, പക്ഷേ ഇതില് ടേസ്റ്റ് കൂടുതലാണ്. ഇതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. പക്ഷെ ഇപ്രാവശ്യം നല്ല എണ്ണം കുറവാണ്. ഇതിലെനിക്ക് ഭയങ്കര കൂടുതലുണ്ടായിരുന്നതാണ്. ചെയ്യാൻ പറ്റില്ല, കുറേ തൊഴിഞ്ഞു. ഞാൻ പോയി പല്ലൊക്കെ തേക്കട്ടെ. ചെടിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. റൈസ് ഉണ്ടാക്കാൻ വെക്കുകയും ചെയ്തു. അത് റെഡിയൊന്നും ആയിട്ടില്ല. കുറച്ചും കൂടി ഉണ്ടാവും. ഞാൻ വെജിറ്റബിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസിന് കുറച്ചും കൂടി ഉണ്ട്. കറി ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡും കോഫിയും കൂടി കഴിക്കണേ. ഡ്യൂട്ടിക്ക് കയറണം. ടൈമായി. ഒന്നുമില്ല, കമ്പ്യൂട്ടർ ബേസിന് നോക്കാൻ വേണ്ടിയൊന്നുമില്ല. ടൈമായി എത്രയാണ്. ആദ്യം ഞാൻ ഇത് ചെക്ക് ചെയ്തിട്ട്, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എല്ലാം ചെക്ക് ചെയ്ത് പോട്ട്, അതാണ് നല്ലത്. അല്ലെങ്കിൽ എൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ തിരിച്ചു വരേണ്ടി വരും. ഡിഫറൻസ് ഇല്ല, 100ന്റെ ഡിഫറൻസ് ആണ്. കുഴപ്പമില്ല, ലെവൽ ഡൗൺ ആണ്. 3 പോയിന്റ് സംതിങ്ങേ ഉള്ളൂ. 3.47 അങ്ങനെയേ ഉള്ളൂ. വലിയ കുഴപ്പമില്ല, വലിയ ഡിഫറൻസ് ഒന്നും. അഡ്ജസ്റ്റ് ആണത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അടുത്തുള്ള പരിപാടി ഇപ്പോൾ ഉള്ള റീഡിങ് എഴുതി വെച്ച് അനാലിസിസ് ചെയ്യുക. പിന്നെ അത് സണ്ണിൻ്റെതൊക്കെ അതൊക്കെ നേരത്തെ ആയി കഴിഞ്ഞാട്ടോ. കണ്ട രാവിലത്തെ ട്രേഡ് എന്നറിയാം ഒന്നും കിട്ടാത്ത. ഞാൻ എടുത്ത് ചെയ്തു നോക്കി, പക്ഷേ ഞാൻ ഗോൾഡ് നോക്കിയില്ലായിരുന്നു, ഗോൾഡ് സിൽവർ. അത് നോക്കിയിരുന്നെങ്കിൽ രാവിലെ കിട്ടുമായിരുന്നു വല്ലത്. ചുമ്മാ മാർക്കറ്റ് നോക്കിക്കൊണ്ടിരുന്നു 3-4 മണിക്കൂർ. അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് യൂറോ USD. ഇത് താഴെ പോയ സെല്ലിൽ നിന്ന് മേടിൽ പോയ ബൈ. പിന്നെ BTC അങ്ങനെയാണ്. ഇതിൻ്റെ മേളിൽ പോയാൽ നല്ല നല്ല നീളത്തിന് പോകും. ഇതിൻ്റെ താഴെ പോയ സെല്ല് ഇത്. കാരണം ഇതിൻ്റെ അടുത്തത് പറഞ്ഞ ഭയങ്കര എന്താണ് കാരണം മനസ്സിലായ? ഇപ്പോൾ ഉള്ളതൊന്നും അല്ല അതുള്ളത്. അത് മേളിൽ കയറി തന്നെ പോകും. ഗോൾഡും തൊടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാവിലെ നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ സൈഡ് ബേസ് ആക്കാൻ നിൽക്കുന്നത്. നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. എടുത്ത് തല ചാടുന്നില്ല ഫുള്ളായിട്ട്. എങ്കിൽ ഹണ്ട് തന്നെ ചെയ്തുകൊണ്ട് പോവാം. വെയിറ്റ് ചെയ്ത് മനസ്സിലായല്ലേ? ഇത് ഇവിടെ ചെയ്താലും സെല്ല് ചെയ്യാൻ പറ്റൂല, കാരണം ഇവിടെ കിടക്കുകയാണ്. ഇതിന്റെ മേളിൽ കയറണം. ഇതിന്റെ മേളിൽ കയറലേ ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു തുടങ്ങും. ഇതിന്റെ താഴെപ്പോയാ എടുക്കാം, വലിയ കുഴപ്പമില്ല. അതായത് ഫുള്ള് പ്രോബിലിറ്റി 50-50 ലൈക്ക് ഇത് ലൈക്ക് 50-50 50-50 നമ്മളെ ലോസ് കൺട്രോൾ ചെയ്ത് അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം ലോസ് മാത്രം. ലോസ് നമ്മളെ ക്യാപിറ്റൽ. ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കും. ആദ്യം ഇതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പഠിക്കുക, അത്രയും ചെയ്താൽ മതി. പിന്നെ അങ്ങനെ പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മളെ ക്യാപിറ്റലിനെയും കൂടി രക്ഷിക്കുക, അത്രയും ചെയ്താൽ മതി. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്,
അതായത് ക്യാപിറ്റലിന് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കുക, ഒരു മെയിൻ ക്യാപിറ്റൽ ഉണ്ടാക്കുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ കൂടെ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക. പിന്നെ ക്യാപിറ്റലിനെ മാറ്റി വയ്ക്കുക, യൂസ് ചെയ്യില്ല അതിനെ, മാറ്റി വയ്ക്കുക. അതായത് നമ്മൾ എമർജൻസി ഫണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റായിട്ട് കിട്ടിയതിന് നമ്മളെ മെയിൻ ഫണ്ട് പോലെ ഉപയോഗിക്കും. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ മാറ്റുക, ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മളെ കാര്യങ്ങൾ നടത്തുക. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇൻ കേസ് അതായത് വല്ല മിസ്സിങ്ങിൽ പോലും നമ്മൾ ആ ക്യാപിറ്റലിൽ പോയ മെയിൻ ക്യാപിറ്റലുണ്ട്. അതായത് നമ്മളാ ഇത് വേദനിക്കില്ല. അതായത് നമ്മള് ട്രേഡിങ്ങിൽ 5 ലക്ഷം ഇറക്കണമെങ്കിൽ ക്യാപിറ്റൽ മെയിനായിട്ട് സേവിങ്സിൽ 10 ലക്ഷം കയ്യിൽ കാണും. എന്നാലേ നമ്മൾ പേടിക്കാതിരിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ 20 രൂപ ഉണ്ട്, അതിൽ നിങ്ങൾ 10 രൂപ, അത് 30 രൂപ ടോട്ടലുണ്ട്, അതിൽ 20 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, 10 രൂപ നിങ്ങൾ ഇറക്കി കളിക്കുന്നുണ്ട്. പേടി വരൂല വലുതായിട്ട്. വീണ്ടും അതിൻ്റെയും പാതി നമ്മൾ ഇറക്കുള്ളൂ, അതിൻ്റെയും പാതി അതിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് ആ പോയ ക്യാപിറ്റലിനെ എടുക്കും. പിന്നെ ഈ 10 രൂപ തിരിച്ച് അതിലോട്ട് മാറ്റും. പിന്നെ ആ 10 വെച്ച് നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് കളിക്കും. നമ്മൾ നല്ല എക്സ്പീരിയൻസ് ആകുമ്പോൾ വീണ്ടും ഇതിനെ ക്യാപിറ്റലിനെ കൂട്ടും, സേവിങ്സിനെ മാറ്റും. വീണ്ടും 30 ഇറക്കവും 30 ഇറക്കാൻ വേണ്ടി 60നെ മാറ്റണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നമ്മൾ പൊളിയായിട്ട് പോകും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നോക്കട്ടെ ഇത് ഫുൾ. നേരത്തെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ പോയി എല്ലാവരും ഒന്ന് റൗണ്ട് അടിക്കണം. പിന്നെ പമ്പ് ചേഞ്ച് ചെയ്യാമെന്നാണ് അവർ ചേഞ്ച് ചെയ്ത് കാണില്ല. 3 നമ്പർ ചേഞ്ച് ചെയ്തിട്ട് അതും ചേഞ്ച് ചെയ്യണം. നോക്കട്ടെ എല്ലാം പോകും. ഭയങ്കര പാടാ. ഇപ്പം പമ്പൊക്കെ എത്ര ദിവസം ഓടിയെന്നൊന്നും അറിയാൻ പറ്റില്ല. ഓരോ ദിവസം കൂടുന്തോറും അല്ലെങ്കിൽ മാറ്റേണ്ടി വരും. നോക്കാം എങ്ങനെയാണ്. വേറെ കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ ഇടയായിട്ട് ഞാൻ ഒന്നും പോയി നോക്കിയില്ല അവിടെ, കാരണം ലെവൽ ഇത്തിരി നല്ല കുറവായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ അടുത്ത് ഇവിടെയും കുഴപ്പമില്ല കേട്ടോ, ഇവിടെ സെറ്റാണ്. ഞാൻ മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റാക്കട്ടെ. ആദ്യം പോയി ലെവൽ എത്ര എന്നൊക്കെ നോക്കി സെറ്റാക്കണം. എന്നിട്ട് പമ്പും ചേഞ്ച് ചെയ്യാണ്ടിരുന്നു. അത് മീറ്ററിൻ്റെ എല്ലാ ഫോട്ടോ എടുത്ത് എഴുതി ചേഞ്ച് ആക്കിയതിന് ശേഷം നോക്കാം. ഇലക്ട്രിക് മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കണം കേട്ടോ. ഇനി അതും കൂടി എടുത്തതിന് ശേഷം വേണം പോയി പമ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ പമ്പ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് കംപ്ലൈൻറ്റ്, 2 ഓൺ ആക്കൂല. ഒരെണ്ണം പമ്പ് ഊരിക്കൊണ്ട് ഒരെണ്ണം റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അടുത്തതാണ് ഒന്നാം പറ്റും വേണ്ട. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര RPM വെക്കണം നോക്കട്ടെ. 1300 തോന്നുന്നു. 1300 വയ്ക്കണം. 800 സ്റ്റാർട്ട് ചെയ്തിട്ട് 1300 വരെ കൊണ്ടുപോകാം. ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ റീഡിങ് എല്ലാം എഴുതി സെറ്റാക്കി പമ്പ് ചേഞ്ച് ചെയ്ത് വേറെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കാര്യങ്ങളെല്ലാം. ഞാൻ അടുത്ത് ചെറുതായിട്ട് ഞാൻ അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരെണ്ണം കിട്ടി കേട്ടാ. ഞാൻ ആദ്യമേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് ചുമ്മാ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ നോക്കി ചെറുതായിട്ടൊന്ന് പഠിച്ചുകൊണ്ടിരിക്കണതാ. അപ്പം ഞാൻ അത് പഠിക്കട്ടെ. ഞാൻ ടെസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തായാലും ഞാൻ പൈസ ഇടുന്നില്ലല്ലോ. 1 മിനിറ്റ് വെച്ച് മാത്രം ട്രേഡിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററെല്ലാം ഓഫ് ചെയ്തു. അതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. അതാണ് കാര്യങ്ങൾ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി അവിടെ പുറത്ത് വരുന്നു നോക്കിക്കൊണ്ടിരിക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. അത് തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.